ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കൂന്തൽ വെച്ചിട്ട് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും പത്തിരിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം കൂന്തലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കൂന്തലിലേക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. 2 പച്ചമുളക് നടുകീറി വെച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. കൂന്തൽ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള സവാള എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. ഇതിലോട്ട് ഈ സമയം അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കൂന്തലിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലോട്ടുള്ള അല്പം ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് ഈ സമയം നമുക്ക് 2 തക്കാളി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി ഇതിനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ സമയം നമുക്ക് ഇതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ അധികം നേരം വഴറ്റി നിന്നിട്ട് ടൈം കളയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ പൊടികൾ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികളുടെ റോസ് സ്മെല്ലെല്ലാം ഒന്ന് മാറി വരണം. ഇപ്പോൾ കൂന്തലിലേക്കുള്ള മസാല ഇവിടെ റെഡി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കൂന്തലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കൂന്തലിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി റോസ്റ്റ് ചെയ്ത് കൂന്തലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയ ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് മൂടി വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും കൂന്തലിൽ മസാല എല്ലാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയും തുറന്ന് നോക്കാം. ഇപ്പോൾ കൂന്തലിലെല്ലാം കൂടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കൂന്തൽ റോസ്റ്റ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കൂന്തൽ റോസ്റ്റ് റെഡിയായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം എല്ലാവർക്കും ലഭിക്കുന്നത്. താങ്ക് യു.